ഓം ഗുരുഭ്യോ നമഃ. ശ്രീ ആധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം ക്രിയാമാർഗോപദേശം. കേൾക്കനീയെങ്കിൽ പൂജാവിധാനത്തിനോക്കിനവസാനമില്ലെന്നതിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്തമാകേണ മന്നിടത്തിങ്കൽ വിചത്തമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാരപൂർവമാരാധിക്കമാമെടോ കമലത്തിങ്കലാകിലുമാം പുല അഗ്നിഭഗവാങ്കലാകിലുമാമെടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മെല്ലേപനാദിവിധി വഴി കാലെ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്ത സങ്കൽപ്പമാദിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതേ സ്നാപനം ചെയ്ത ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്ത വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികനെ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറികനേ അഗ്നോ യജിക്ക ഹവിസ്സുകൊണ്ടാതരാൽ അർക്കനെ സ്കന്ധിലത്തിങ്കലെന്നാകിലോ മുമ്പിലേ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ പാടിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷതഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാദിനം ഷാഢ്യങ്ങളാലാസനം ഉത്തമമായത് കൽപ്പിച്ചു കൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുത വിന്യാസം കഴിക്കണം ചെയ്ത തത്വന്യാസവും കേശവാദ്യേന ചെയ്ത മഹാമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാഗരം തന്നുടെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തിവ സംഭരിച്ചിടണം അർഘ്യഭാഗ്യപ്രധാനാർത്ഥമായും മധുവർത്താർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാകൃതിദുഷ്ടയവും വച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംഖ്യാതടിതുജ്വലാം തൃക്കമലേതരം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറക്കേണമിളക്കവും കൂടാതെ ആവാഹയെ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവും അർഘ്യം തഥാമധുകർക്കമിത്യാദി പുനഃസ്നാന വസ്ത്രവിഭൂഷണേ എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാൽ അത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ ആദമോക്ത പ്രകാരേണ നീരാജനെ ധൂപദീപേ നിവേദ്യേ ബഹുവിസ്തരേ ശ്രദ്ധയാ നിത്യമായർത്തിച്ചുകൊള്ളുക ശ്രദ്ധയാ ജ്ഞാനം ഭുജിക്കുമറിയനേ ഓമഗസ്ത്യോക്തമാകുണ്ഠാനരെ മൂലമന്ത്രം കൊണ്ട് ചെയ്യാമതെന്നിയേ ഭക്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാടിങ്കൽ നിനയ്ക്ക കുമാരനേ ഔപാസനോ ചരുണാ ഹവിഷാദ സോപാദിന ചെയ്ത ഹോമം മഹാമതേ തപ്തജാംബൂനദ പ്രഖ്യം മഹാപ്രഭം ഗീതാഭരണ വിഭൂഷിതം കേവലം മാമേവ ഭക്തി മധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ കൃതി ഭക്തിയാ ബുദ്ധോത്തമൻ പാരിഷദാനാം ഫലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാമയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീതലാദിയും ദത്വാ മദജേനവൽ പ്രീതി
ദത്തഗീതസ്തുതി പാടാതെയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി മദത്തമാകും പ്രസാദത്തെയും പുനരുക്തമാങ്കെ നിദായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിരി മുഹുരുത്വാ നമസ്കാരവും ചെയ്താനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യംഗമഹസിംഗലിപ്തം ദിനമനുഭൂതിക്ക മത്സഖേം ഭക്തി സംയുക്തനായുള്ള മധ്യന്മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്ക ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്താനതു നേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട് ശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവരം യദുഃഖം തുടങ്ങിയാൻ ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജഗന്മോഹിനി നാഥേ മമ പ്രിയേ ഏവമാദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതോ സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോട് മരുവും ചില നേരം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണ